അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ മാൻഡേറ്ററി ഡോക്യുമെന്റ് നമ്പർ 1 NUS ID കാർഡ് നമ്പർ 2 ഇത് കൂടാതെ ഒരു രേഖയുണ്ട് നമുക്ക് NUS എക്സാമിനേഷന് പോകുമ്പോൾ വേണം. അത് വാലിഡ് ഫോട്ടോ ID പ്രൂഫാണ്. അത് ഈ 3 ഡോക്യുമെന്റ്സ് ആണ് ഈ എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ വെക്കേണ്ടത്, മറക്കണ്ട. വെറും ഒരു മാസം കൊണ്ട് NIOS പരീക്ഷ നിങ്ങൾക്ക് ഉയർന്ന മാർക്കോടെ വിജയിക്കാം. എങ്ങനെയെന്നല്ലേ? അതെ, കുറച്ച് സമയം പഠിക്കാം, കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിക്കാം. എന്നാൽ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം എക്സാമിന് വരുന്നതും കൂടി ആയാലോ? ബേസിക് 4 ടോപ്പിക് കണ്ടന്റിലൂടെ എല്ലാ കാര്യങ്ങളും ഈസിയായി ഓർത്തിരിക്കാം. ഒബ്ജക്റ്റീവ് ബാങ്കിലൂടെ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ വായിക്കാതെ ഒബ്ജക്റ്റീവ് ചോദ്യങ്ങൾ മാത്രം പഠിക്കാം. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൂടെ കഴിഞ്ഞ 5 വർഷം റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യങ്ങളെല്ലാം കവർ ചെയ്യാം. അവസാനം ഒരു മോഡൽ എക്സാമിലൂടെ പരീക്ഷയുടെ പേടിയും മാറ്റാം. ഇതെല്ലാം ബാസ് ക്രാഷ് കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. സോ ബുക്ക് യുവർ സീറ്റ്സ് നൗ. ഹലോ എവരിവൺ, പാസ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NUS ഏപ്രിൽ 2026 എക്സാം ആണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സാമിന്റെ ഹാൾ ടിക്കറ്റ് നമുക്ക് വന്നു. നമ്മുടെ എല്ലാ കാത്തിരിപ്പും കഴിഞ്ഞു. ഇനി നമുക്ക് എക്സാമിനേഷൻ ആണ് വരാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ കുട്ടികൾ ചോദിച്ചിരുന്നു, ഈ എക്സാം ഹാളിലോട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ രേഖകൾ നമ്മൾ കയ്യിൽ വെക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ NUS എക്സാമിനേഷൻ പോകുമ്പോൾ നമുക്ക് വെറുതെ കൈ വീശി പോകാൻ പറ്റത്തില്ല. അതിനെതിരായുള്ള രേഖകളൊക്കെ നമ്മൾ കയ്യിൽ വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എക്സാം ഹാളിന്റെ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്ന NUS എക്സാമിനേഷന് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ കൊണ്ടുപോകേണ്ട രേഖകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. NUS ഏപ്രിൽ 2026 പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സാമിനേഷന്റെ ഹാൾ ടിക്കറ്റും ഇവിടെ വന്നു. ഇനിയിപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിൽ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പഠിക്കാൻ വളരെ കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുവരെ ഒന്നും പഠിക്കാത്ത കുട്ടികൾ, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടുള്ള ആളുകൾ, ഇനിയിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരു റിവിഷൻ പോലെ നോക്കുന്ന കുട്ടികൾക്ക് എക്സാമിന് വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്, പരീക്ഷയ്ക്ക് ഏതൊക്കെ ഭാഗങ്ങളാണ് ചോദിക്കുക, ഞാൻ എന്ത് പഠിച്ചാലാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് നേടാൻ പറ്റുക. NUS എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഡിഫറെൻറ്റ് ഏജുള്ള ആളുകളാണ് ഈ എക്സാം എഴുതുന്നത്. ഡിഫറെൻറ്റ് ടൈമിൽ നമുക്കറിയാം എല്ലാവർക്കും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന ഈ ഒരു 2 വീക്ക് സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ പഠിച്ചാലാണ് ഫുൾ മാർക്ക് നേടാൻ പറ്റുക എന്നുള്ളതാണ് കൂടുതൽ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പോൾ തീർച്ചയായും നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം ബാസ് ക്രാഷ് കോഴ്സിൽ നമ്മൾ കൊടുക്കുന്ന എക്സാം ഓറിയന്റഡ് ക്ലാസ്, പരീക്ഷ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ക്ലാസ്സുകളാണ്. അപ്പോൾ അതിൽ വരുന്ന ക്ലാസ്സുകൾ മാത്രം അറ്റൻഡ് ചെയ്താൽ തന്നെ നമുക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് മെയിൻ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ബേസിക് 4 ടോപ്പിക്സ് ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഒബ്ജക്റ്റീവ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒബ്ജക്റ്റീവ് ബാങ്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ് നമുക്ക് നമ്മുടെ Q&A സെഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിൽ നമുക്ക് പ്രീവിയസ്ലി 5 വർഷം റിപ്പീറ്റ് ചെയ്തുള്ള ചോദ്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു 3 കണ്ടന്റുകളതിന് ശേഷം നമ്മൾ വരുന്ന ഒരു മോഡൽ എക്സാമിനേഷൻ ഉണ്ട്. ആ എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പോയിട്ട് പരീക്ഷ ധൈര്യമായിട്ട് എഴുതാം. കാരണം എഴുതിയ പരീക്ഷ ഏത് ക്വസ്റ്റ്യൻസ് വന്നോട്ടെ നിങ്ങൾക്ക് എഴുതാനുള്ള കണ്ടന്റുകളൊക്കെ ക്രാഷ് കോഴ്സിൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് നല്ല മാർക്കോട് വിജയിക്കാനുള്ള കണ്ടന്റൊക്കെ നിങ്ങൾ അപ്പോഴത്തേക്കും പഠിച്ച് തീർന്നുണ്ടാവും. അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം കുട്ടികൾ വേഗം തന്നെ താഴെ നമ്പറോട്ട് വിളിച്ച് ജോയിൻ ചെയ്തോളൂ. മക്കളെ സീസൺ 7 രണ്ടാമത്തെ ബാച്ചിന്റെ അവസാനഘട്ട അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് 1 സബ്ജക്റ്റ് 2 സബ്ജക്റ്റ് എടുത്ത് പഠിക്കാനാണ്. 2 3 3 4 4 5 5 എനിക്ക് എത്ര സബ്ജക്റ്റ് വേണം അത്ര സബ്ജക്റ്റ് എടുത്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ബാസ് ക്രാഷ് കോഴ്സിലോട്ട് വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. നമ്മുടെ വീഡിയോയിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എക്സാം ഹാളിൽ നമ്മൾ കൊണ്ടുപോകേണ്ട രേഖകളാണ്. NUSലെ ഏറ്റവും മാൻഡേറ്ററി നമ്മൾ ഈ പരീക്ഷയ്ക്ക് കയ്യിൽ വെക്കേണ്ട രേഖ എന്ന് പറയുന്നത് NUSന്റെ ID കാർഡാണ്. NUSന്റെ ID കാർഡ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവും. കാരണം ID കാർഡ് ഇട്ടാൽ നിങ്ങൾക്ക് ഒരിക്കലും PCP ക്ലാസ്സോ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എക്സാമോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ അസൈൻമെന്റും സബ്മിറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ NUSന്റെ ID കാർഡ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ മിക്ക കുട്ടികളും ഇത് ലാമിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാസിലൊക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ഇവർക്ക് കുട്ടികൾക്ക് ഇത് ലാമിനേറ്റ് ചെയ്ത് കാർഡ് ആക്കിയിട്ട് വീട്ടിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാസത്തെ കുട്ടികൾക്കൊക്കെ ഓൾറെഡി ലാമിനേറ്റ് ഷീറ്റ് കയ്യിൽ, ലാമിനേറ്റഡ് ID കാർഡ് കയ്യിലുണ്ട്. സോ അത് മതി. ഓക്കെ, ഇനിയിപ്പോൾ സെൽഫായിട്ട് രജിസ്റ്റർ ചെയ്ത കുട്ടികളൊക്കെ അല്ലെങ്കിൽ മറ്റൊരു പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ID കാർഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊബൈലിൽ PDF ഉണ്ടെന്ന് പറഞ്ഞിരിക്കരുത്. കാരണം നിങ്ങൾക്ക് എക്സാമുകളോട് മൊബൈൽ ഫോൺ എൻ്റർ ചെയ്യിപ്പിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ മൊബൈൽ ഫോണിനുള്ളിൽ അല്ലെങ്കിൽ നമ്മൾ ലാപ്ടോപ്പിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ ടാബിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ ID കാർഡ് ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കാൻ അത് നടക്കില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ NUS ID കാർഡ് ലാമിനേറ്റ് ഷീറ്റ് നിങ്ങൾ കയ്യിൽ വെക്കുക. മാൻഡേറ്ററി ആയിട്ടുള്ള ഫസ്റ്റ് ഡോക്യുമെന്റ് ആണ്. രണ്ടാമത് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോക്യുമെന്റ് പറയുന്നത് NUSന്റെ ഹാൾ ടിക്കറ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന NUSന്റെ ഹാൾ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ നിങ്ങളെ PDF കയ്യിലുണ്ട്. ആ PDF നിങ്ങൾ പ്രിന്റ് എടുത്തിട്ട് ആ പ്രിന്റ് ഔട്ട് ഫോമാണ് നിങ്ങൾ കയ്യിൽ വെക്കേണ്ടത്. അതും നിങ്ങൾ മൊബൈലിൽ കാണിച്ചു കൊടുക്കാൻ പറയരുത്. കാരണം ഈ NUS ID കാർഡും ഹാൾ ടിക്കറ്റൊക്കെ നമ്മൾ എക്സാം ഹാളിന്റെ ഉള്ളിലോട്ട് കൊണ്ടുപോയി നമ്മൾ ടേബിളിന്റെ മുകളിൽ വെക്കണം. എന്നിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ തരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ NUSന്റെ ഹാൾ ടിക്കറ്റും നിങ്ങൾ കയ്യിൽ വെക്കുക. അപ്പോൾ നിങ്ങൾ എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ മാൻഡേറ്ററി ഡോക്യുമെന്റ് നമ്പർ 1 NUS ID കാർഡ് നമ്പർ 2 NUSന്റെ ഹാൾ ടിക്കറ്റ്. ഇത് കൂടാതെ ഒരു രേഖയുണ്ട് നമുക്ക് NUS എക്സാമിനേഷന് പോകുമ്പോൾ വേണം. അത് വാലിഡ് ഫോട്ടോ ID പ്രൂഫാണ്. അത് സാധാ ID പ്രൂഫ് അല്ല, ഗവൺമെന്റ് ID പ്രൂഫ് വേണം. അതായത് നിങ്ങളുടെ ഒരു തിരിച്ചറിവ് രേഖ നിർബന്ധമായിട്ട് വേണം. അതിപ്പോൾ ആധാർ ആവാം, പാസ്പോർട്ട് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ് ആവാം. നിങ്ങൾ ഏതാണ് കൊടുക്കുന്നത് അതിൻ്റെ വാലിഡ് ഡോക്യുമെന്റ് ആയിരിക്കണം നിങ്ങളുടെ തിരിച്ചറിവ് രേഖ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാലിഡ് പ്രൂഫ് നിങ്ങൾ കൊടുക്കുക. നിങ്ങൾ NUSന്റെ എക്സാം രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഏതാണ് തിരിച്ചറിവ് രേഖ കൊടുക്കുന്നത് അതെന്നെ കയ്യിൽ വെച്ചോളൂ. അപ്പോൾ ബെറ്റർ ആയിരിക്കും. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇതൊരു ഐഡന്റിറ്റിയാണ്. അതായത് നമ്മളെ കുട്ടികളൊക്കെ ഒരു കുട്ടിയുടെ പേരിൽ വേറെ കുട്ടി പരീക്ഷ എഴുതാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് ചെക്ക്, ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും. നമ്മൾ കയറുന്ന മുമ്പായിട്ട് അവർ ചെക്ക് ചെയ്യും നിങ്ങളുടെ NUS ID കാർഡ്
കാർഡും നിങ്ങളുടെ ഹാൾ ടിക്കറ്റും നിങ്ങളുടെ ഹാൾ ടിക്കറ്റിലും NIOS ID കാർഡിലുള്ള ആൾ തന്നെയല്ലേ ഈ വന്നിട്ടുള്ളത്, ആ ആൾ തന്നെയല്ലേ ഈ രേഖകളെന്നൊക്കെ അവർ ചെക്ക് ചെയ്യും. അത് അവർ സുരക്ഷ ഉറപ്പാക്കണം, അല്ലെങ്കിൽ അതേ കുട്ടികൾ തന്നെ എക്സാം എഴുതുന്നുള്ളത് ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ NIOS ID കാർഡും ഹാൾ ടിക്കറ്റും മാത്രം കൊണ്ടുപോയാൽ പോരാ, നമ്മൾ നമ്മുടെ തിരിച്ചറിയൽ രേഖ കൂടെ കയ്യിൽ വെക്കണം. അത് നിങ്ങൾ പോക്കറ്റിൽ വെച്ചാൽ മതി. ഓക്കെ, എപ്പോഴും ചോദിക്കണമെന്നില്ല, പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി ചോദിക്കും. ഓക്കെ, എന്തെങ്കിലും സംശയങ്ങളൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ രേഖ ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ആ രേഖ നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ NIOS എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന കുട്ടികൾ നിർബന്ധമായിട്ട് നിങ്ങളുടെ NIOSന്റെ ID കാർഡ് കയ്യിൽ വെക്കുക, ലാമിനേറ്റ് ചെയ്ത് കാർഡിൻ്റെ കയ്യിൽ വെക്കുക. അതേപോലെ നിങ്ങളുടെ NIOSന്റെ ഹാൾ ടിക്കറ്റ് കയ്യിൽ വെക്കുക. ഈ 2 ഡോക്യുമെന്റ് കൂടെ നിങ്ങൾ ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖ വെക്കുക, ആധാറോ പാസ്പോർട്ടോ ഡ്രൈവിംഗ് ലൈസൻസ്, ഏതൊരു രേഖ നിർബന്ധമായിട്ട് വെക്കുക. ഈ 3 ഡോക്യുമെന്റ്സ് ആണ് ഈ എക്സാമിനേഷന് പോകുമ്പോൾ നിങ്ങൾ കയ്യിൽ വെക്കേണ്ടത്. മറക്കണ്ട, ഞാൻ വീണ്ടും പറയുകയാണ്, NIOS എക്സാമിനേഷൻ നിങ്ങൾക്ക് തിയറി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ തിയറി എക്സാമിനേഷന്റെ ഹാളിലോട്ട് നിങ്ങൾക്ക് എൻട്രി ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേണ്ട രേഖകൾ എന്ന് പറയുന്നത് ഒന്ന് NIOSന്റെ ID കാർഡ്, ലാമിനേറ്റഡ് ID കാർഡ് കയ്യിലുണ്ടായിരിക്കണം. ഒന്ന് നിങ്ങളുടെ NIOSന്റെ ഹാൾ ടിക്കറ്റ് പ്രിന്റഡ് ഫോം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊരു വാലിഡ് ഐഡന്റിറ്റി പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അത് പാസ്പോർട്ട് ആവാം, ആധാർ കാർഡ് ആവാം, ഡ്രൈവിംഗ് ലൈസൻസ്, ഏതൊരു ഗവൺമെന്റ് ID പ്രൂഫ്, ഫോട്ടോ ID പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ 3 ഡോക്യുമെന്റ് കയ്യിൽ വെക്കാതെ വെച്ചിട്ട് നമുക്ക് എക്സാം ഹാളിലോട്ട് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് സംശയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകും. നിങ്ങൾക്ക് എന്ത് സംശയങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ തരാം. അപ്പോൾ മറക്കണ്ട, നമ്മുടെ ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 7 രണ്ടാമത്തെ ബാച്ചിന്റെ അവസാന ഘട്ട അഡ്മിഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, ഒരു 1 വീക്കോടെ നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. 2 to 3 വീക്സിലുള്ള നമ്മൾ എക്സാംസ് അവസാനിക്കാൻ പോകണം. അപ്പോൾ ഈ ഒരു മെയ് 2nd വീക്കോ 1st വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ എക്സാംസ് ഒക്കെ സ്റ്റോപ്പ് പോകും. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇപ്പോൾ കിട്ടുന്ന സമയത്തിൽ ഇപ്പോൾ കുട്ടികൾ ചോദിക്കും, ഇനിയിപ്പോൾ ഈ സമയം വന്ന് ക്രാഷ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ സമയം ഉണ്ടോ, അല്ലെങ്കിൽ പഠിച്ചാൽ എനിക്ക് ഇതെല്ലാം പഠിക്കാൻ ഈ ഒരു ടൈമിൽ ജോയിൻ ചെയ്താൽ പഠിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുക. തീർച്ചയായിട്ടും നമുക്ക് എക്സാമിന് ഉള്ള ടൈം ഇപ്പോഴും ഉണ്ട്. ഇന്ന് നമ്മളിത് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനായാസം നല്ല മാർക്കോട് വിജയിക്കാൻ പറ്റും. കാരണം അങ്ങനത്തെ രീതിയിലാണ് കണ്ടന്റ് കൊടുക്കുന്നത്. ഫുൾ ആൻഡ് ഫുൾ വലിച്ചു വരിയിട്ടല്ല, കുറച്ച് കാര്യങ്ങളുള്ളൂ. അത് കൂടുതൽ മാർക്ക് നേടുന്ന രീതിയിലുള്ള കണ്ടന്റുകളാണ് നമ്മൾ ബാസ് ക്രാഷ് കോഴ്സിൽ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ബാസ് ക്രാഷ് കോഴ്സ് സീസൺ 7 ജോയിൻ ചെയ്യാൻ വേണ്ടി മക്കളെ താഴെ നമ്മളോട് ഇപ്പോൾ തന്നെ വിളിച്ച് നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കിക്കോളൂ. അപ്പോൾ ഇന്നൊരു വീഡിയോ നമ്മൾ പറഞ്ഞത് നമ്മുടെ എക്സാം ഹാളിലോട്ട് പോകുമ്പോൾ എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ് മാൻഡേറ്ററി നമ്മൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നത്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും. താങ്ക് യു.